നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് 3/3/2025 തിങ്കളാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ്. മേടം രാശിക്കാരുടെ ആദ്യം നമ്മൾ നോക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ശുഭകരമാണ് ഈ ദിവസം എന്നുള്ളത് കൊണ്ട് തൊഴിൽ മേഖലയും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ലോട്ടറി ഒക്കെ കച്ചവടം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറുകാർക്ക് മെച്ചമാണ്. അതേപോലെ ഇലക്ട്രോണിക്സ് മേഖല മെച്ചമാണ്, മേന്മയുള്ളതാണ്. ഡ്രൈവർ മേഖലയിലുള്ളവർക്കും അനുകൂലമാണ്. ആ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അതേപോലെ മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് 3/3/2025. പഴക്കച്ചവടമൊക്കെ നടത്തുന്ന കച്ചവടക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയക്കാർ, ശില്പികൾ, സ്റ്റാർട്ടപ്പുകാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ആഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആയോധന കലാരംഗവും എക്സിക്യൂട്ടീവ് മേഖലകളൊക്കെ അനുകൂലമാണ്. കാർഷിക മേഖല അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖല, അതേപോലെ പെയിൻറ്റിങ്, അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റിങ് മേഖല ഇതും അനുകൂലമാണ് മേടക്കൂറുകാർക്ക്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾ, ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടക്കാർ ഇവർക്കൊക്കെ മേടക്കൂറുകാർക്ക് മേന്മയുണ്ടാകും. മൃഗസംരക്ഷണ മേഖലയിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന, ഈ ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഹോട്ടൽ മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമുള്ളതാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3/3/2025. അതേപോലെ സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ, അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, ഭൂമി സംബന്ധമായ റിയൽ എസ്റ്റേറ്റ് മേഖല, പ്രതിരോധ സൈനിക മേഖല, IT മേഖല, ബിസിനസ് രംഗം, സ്പോർട്സ് മേഖല, യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖല, പൊതുവെ മാനേജിംഗ് മേഖലയൊക്കെ മേടക്കൂറുകാർക്ക് ഗുണകരമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖല മേടക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതല്ല. ചിത്രരചനാ രംഗത്തുള്ളവർക്കും അത്ര മേന്മയില്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് മേന്മ കുറവാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾക്കൊന്നും മേന്മയില്ല. ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമല്ല. ധനകാര്യ മേഖല, PR മേഖല ഇവർക്കും അത്ര അനുകൂലം അല്ല. എന്നാൽ ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, കൺസൾട്ടിംഗ് മേഖലയിലുള്ളവർക്ക്, അഭിഭാഷക മേഖലയിൽ, ന്യായാധിപ മേഖലയിലുള്ളവർക്കൊക്കെ മേന്മയുണ്ട്. എഡിറ്റിംഗ് മേഖല പൊതുവെ അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റ് വർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, വൻകിട ബിസിനസ് മേഖല ഇതൊക്കെ അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കും മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈനുകൾ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തികൾ, ഹോം നേഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, ശുചീകരണ മേഖല, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ, മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ മേടക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസം ആണ്. ഇനി ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ആ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ മേഖല 3/3/2025
തിങ്കളാഴ്ച ദോഷകരമാണ്, ദൈവാധീനമില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പോലും മെഡിസിൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഫാർമസിസ്റ്റുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മോട്ടിവേഷൻ മേഖല, കൗൺസിലിംഗ് മേഖല അനുകൂലമാണ്. പഴക്കച്ചവടക്കാർക്കൊക്കെ മേന്മയുണ്ടാകും. സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ, ഇവർക്ക് മേന്മയുണ്ട്. പൂജാദ്രവ്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് മേന്മയുണ്ട്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മരവ്യവസായം, മരവുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ, എക്സിക്യൂട്ടീവ് CO മേഖലകൾ, ഇവയൊക്കെ അനുകൂലമാണ്. ഞാൻ ഏതെങ്കിലും ഒരു മേഖല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളും ആ ഫലം തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കുക. കാർഷിക മേഖല മേന്മയില്ലാത്ത ഒരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ടെക്സ്റ്റൈൽസ് മേഖലകൾ അനുകൂലമല്ല. മനോരോഗ ചികിത്സാരംഗം, പെയിൻറ്റിംഗ് മേഖല അനുകൂലമല്ല. മനോരോഗ ചികിത്സാരംഗം അനുകൂലമല്ല. ആരോഗ്യ മേഖല അനുകൂലമാണെന്ന് പറയുകയാണെങ്കിൽ മനോരോഗ ചികിത്സ എന്നെടുത്ത് അനുകൂലമല്ലെന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ അവർക്ക് പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളൊന്നും അത്ര മേന്മയുള്ളതല്ല. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോടെ കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം. പശു, എരുമ മുതലായ കച്ചവടം ചെയ്യുന്നവർ, അവരുടെ ഫാമുകൾ നടത്തുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ബേക്കറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, സാമൂഹ്യ പ്രവർത്തകർ, അവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസം അല്ല. അതേപോലെ തന്നെ അഗ്നി സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, സാഹസിക പ്രവൃത്തികൾ നടത്തുന്നവർക്ക്, പൊതുവെ കച്ചവടം നടത്തുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ഫാം, പ്രതിരോധ സൈനിക മേഖല, ഇലക്ട്രോണിക്സ് മേഖല, അതേപോലെ ഡ്രൈവർമാർക്ക് വാഹന സംബന്ധമായ തൊഴിലുകൾ അനുകൂലമാണ് എന്ന യോഗമുള്ളതുകൊണ്ട് ഡ്രൈവർമാർക്ക് ഒരു ശുഭകരമായ, അത്ര ശുഭകരമല്ല, ഗുണദോഷ മിശ്രമായിരിക്കും. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമല്ല. അപ്പോൾ ഈ മെക്കാനിക്കൽ മേഖല, എഞ്ചിനീയറിംഗ് മേഖല, അഗ്നി സംബന്ധമായ മേഖല, ഇതൊക്കെ ഡ്രൈവിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ട് അവരൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇലക്ട്രോണിക് മേഖല അനുകൂലമല്ല. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം അത്ര മേന്മയല്ല. നിയമപാലനം, പോലീസ്, കോടതി, ഇവർക്കൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഗവേഷകർ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, ചെറുകിട ധനകാര്യ മേഖല, വൻകിട ധനകാര്യ മേഖല അനുകൂലമല്ല. ചെറുകിട ധനകാര്യ മേഖല, അതിൽ PR മേഖലയൊക്കെ അനുകൂലമാണ്. ഇനി ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷക, ന്യായാധിപന്മാർ, ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്കും ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കല്ല. ടൂറിസം മേഖല അനുകൂലമല്ല. വൻകിട ബിസിനസ്സുകൾ നടത്തുന്നവർക്ക്, ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന വൻകിട പത്രപ്രവർത്തകർക്ക് ഒന്നും അനുകൂലമല്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം, ദൈവാധീനം കുറവുള്ള ദിവസം കൂടെയാണ്. നയതന്ത്ര മേഖല, രാജ്യാന്തര മേഖലയൊന്നും അത്ര മേന്മയുള്ളതല്ല. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കളുടെ മേഖല, ആഡംബര വസ്തുക്കൾ, ഇതൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, മാരേജ് ബ്യൂറോക്കാർക്കൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, സിനിമ മേഖല അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഇതൊക്കെ അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്.
എന്നാൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും അനുകൂലമല്ല. ഇനി മിഥുനം രാശി. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് പൊതുവേ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. ദൈവാധീനം ഒട്ടും അനുകൂലമല്ല. എങ്കിൽ പോലും വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ മേന്മയുണ്ട്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല എന്ന് പറഞ്ഞാൽ ചെറുകിട ധനകാര്യ മേഖല, PR മേഖല, ഈ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പൊതുവെ അനുകൂലമുള്ളത്. ജാതകം അനുകൂലമാണെങ്കിൽ മാത്രമാണ് മറ്റ് മേഖലകൾ കാര്യമായി അനുകൂലമാകൂ. പൊതുവെ മിഥുനക്കൂറുകാർക്ക് എല്ലാ മേഖലകളും അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കച്ചവട മേഖലയിലുള്ളവർക്ക് ധനനഷ്ടവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്ത്രീകൾ നേതൃത്വം നൽകുന്നത് ജലവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ മേഖല ഒന്നും അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. അങ്ങനെ ഇലക്ട്രോണിക്സ് മേഖല, ഡ്രൈവർ മേഖല, അതേപോലെ ലോട്ടറി കച്ചവടക്കാർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ദൈവാധീനം കുറവാണ്. സർക്കാർ ജീവനക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ടൂറിസം മേഖലയിലോ അല്ലെങ്കിൽ ഹോം നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും മിഥുനക്കൂറുകാർക്ക് നല്ലതല്ല. വാഹനങ്ങളും ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും നല്ലതല്ല. അതേപോലെ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖല തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. മിഥുനക്കൂറുകാർ അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഈശ്വരാധീനം വരുത്തുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകം. പുണർദം അവസാന കൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. തൊഴിൽ മേഖല അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. അതേപോലെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർക്കിടകക്കാർക്ക് അത്ര മേന്മയില്ല. രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമല്ല. ശില്പരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മര വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം. അതേപോലെ കാർഷിക മേഖല പൊതുവെ അനുകൂലമാണ് കർക്കിടകക്കൂറുകാർക്ക്. ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മേന്മയുണ്ടാകും. മനോരോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ അവരൊക്കെ നല്ലതാണ്. അതേപോലെ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിൽ മേഖലയൊക്കെ അനുകൂലമായിരിക്കും. മൃഗസംരക്ഷണ മേഖല, ഫുഡ് ഇൻഡസ്ട്രീസ് അതൊക്കെ അനുകൂലമായിരിക്കും. ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകൾ അനുകൂലമാണ്. എന്നാൽ സാഹസിക കർമ്മ മേഖലകളിലൊന്നും അത്ര അനുകൂലമല്ല. പൊതുവേ കച്ചവടം അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വളരെ ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അനുകൂലമല്ല. ഡ്രൈവർമാർ വളരെ ശ്രദ്ധിക്കുക. അതേപോലെ ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. ആട് ഫാം, IT മേഖല, നിയമപാലനം, പോലീസ്, കോടതി അനുകൂലമല്ല. ഈ ലോട്ടറി കച്ചവടക്കാർക്കൊന്നും അത്ര മേന്മയുള്ള സമയമല്ല. അതേപോലെ കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഈ മേഖലയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം, അനുകൂലമല്ല.
എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ ശ്രദ്ധിക്കണം. ധനകാര്യ മേഖല, PR മേഖല ഇവർക്കൊന്നും അനുകൂലമല്ല. അന്ന് ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷക, ന്യായാധിപ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. മറ്റ് മേഖല അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർ, ആസൂത്രണ പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ, ടൂറിസം മേഖല, വൻകിട ബിസിനസ് ഇവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഫാഷൻ മേഖല കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. അതുപോലെ അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലകൾ, ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, സിനിമാ മേഖല ഇതൊക്കെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖല അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. നിർമ്മാണ മേഖലകളൊന്നും അത്ര അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവർ അവർക്കൊന്നും അത്ര മേന്മയുള്ളതല്ല. മത്സ്യമാംസാദി കച്ചവടക്കാർക്കൊന്നും കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല. ഇനി 3/3/2020 തിങ്കളാഴ്ചത്തെ ചിങ്ങക്കൂറുകാർ. ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ ദൈവാധീനം കുറവാണ്. ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിൽ പോലും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഞാൻ എടുത്ത് ദോഷകരമെന്ന് പറയാത്ത മേഖലയിൽ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. മെഡിക്കൽ രംഗം പൊതുവെ അനുകൂലമായിരിക്കും. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലകൾ അനുകൂലമായിരിക്കും. പഴക്കച്ചവടമൊക്കെ അനുകൂലമായിരിക്കും ചിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സ്വർണ്ണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ ഇതിലേക്ക് അനുകൂലമല്ല. രാഷ്ട്രീയക്കാരായ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. മര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ കാർഷിക മേഖല ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മനോരോഗ ചികിത്സ, പെയിൻറ്റിംഗ് മേഖല ഇതൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ചിങ്ങക്കൂറുകാർക്ക് ആ തൊഴിൽ ഭാഗം അത്ര അനുകൂലമായിരിക്കില്ല. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടം ഇതൊന്നും അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ എന്നാൽ വിതരണക്കാർക്കാണ് കേട്ടോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. എങ്കിലും പൊതുവേ കുഴപ്പമില്ല. കച്ചവടക്കാർ പൊതുവെ, ഞാൻ എടുത്തു പറയാത്ത കച്ചവടക്കാർക്കൊക്കെ പൊതുവെ മേന്മയായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖല ഗുണകരമായിരിക്കും. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊക്കെ അനുകൂലമായിരിക്കും. IT മേഖല അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ അനുകൂലമാണ്. ഡ്രൈവർമാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. അതേപോലെ ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും. സ്പോർട്സ് രംഗം, ലോട്ടറി കച്ചവടക്കാർക്ക് അനുകൂലമാണ്. ബിസിനസ് രംഗം പൊതുവെ മേന്മയുണ്ടാക്കും. പോലീസ്, കോടതി തുടങ്ങിയ മേഖല കുറച്ചൊക്കെ മേന്മയുള്ളതാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് മേന്മയുണ്ടാകും. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ ഇങ്ങനെയുള്ള ചിങ്ങക്കൂറുകാർക്ക് മേന്മയുണ്ട്. ഡേറ്റ അനാലിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ ദൈവാധീനം കുറവാണ് ചിങ്ങക്കൂറുകാർക്ക് എന്നുള്ളത് കൊണ്ട് ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അത്ര മേന്മയില്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷക മേഖല അത്ര അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ അനുകൂലമല്ല. ആസൂത്രണം,
പ്രൊജക്റ്റ് സൃഷ്ടിക്കൽ ഇതൊന്നും അത്ര മേന്മയില്ല. ടൂറിസം മേഖല അനുകൂലമല്ല. വൻകിട ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം ബിസിനസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ തൊഴിൽ മേഖലയ്ക്ക് അനുകൂലമാണ്. മാരേജ് ബ്യൂറോക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, സിനിമാ മേഖല ഒക്കെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയുണ്ടാകും. ആഭരണ മേഖല അനുകൂലമാണ്. ആരോഗ്യ മേഖല അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോം നഴ്സിംഗുകാർക്കൊക്കെ അനുകൂലമാണ്. നിർമ്മാണ മേഖല അനുകൂലമല്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഈ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നവരും വളരെ അധികം ശ്രദ്ധിക്കണം ചിങ്ങക്കൂറുകാർ. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർ. കന്നിക്കൂറുകാർക്കും ഗുണകരമായ ദിവസമൊന്നുമല്ല. എങ്കിലും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പഴം കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമാണ്. ശില്പികൾക്ക് അനുകൂലമാണ്. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ മുതലായവർക്കൊക്കെ അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മര വ്യവസായം ഇവർക്കൊക്കെ അനുകൂലമാണ്. സിഇഒമാർക്കൊക്കെ മേന്മയുണ്ടാകും. എന്നാൽ കാർഷിക മേഖലയിൽ കന്നിക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് രംഗത്തുള്ള കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്തുള്ള കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ നേതൃത്വം നൽകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ശീതളപാനീയ വിൽപ്പനക്കാർക്ക്, വഴിയോര കച്ചവടക്കാർക്കൊന്നും അത്ര അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. ബേക്കറി, അതുപോലെ സാമൂഹ്യ സുരക്ഷിത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധിക്കണം. അഗ്നി സംബന്ധമായ വർക്ക് ചെയ്യുന്നവർ, സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. റിയൽ എസ്റ്റേറ്റ് മേഖല പ്രത്യേകിച്ചും അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊന്നും അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലക്കാർക്ക് അനുകൂലമല്ല. ആയുധവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീൽ മുതലായൊന്നും അനുകൂലമല്ല. ആട് ഫാം, IT മേഖല, മാനേജിംഗ് മേഖല ഇവർക്കൊന്നും അത്ര അനുകൂലമല്ല. ഡ്രൈവർമാർക്ക് അനുകൂലമല്ല. സ്പോർട്സ് രംഗം അനുകൂലമല്ല. ബിസിനസ്, അതേപോലെ നിയമപാലനം, പോലീസ്, കോടതി ഒന്നും അനുകൂലമല്ല. അതേപോലെ ലോട്ടറി കച്ചവടക്കാർക്കും മേന്മയുള്ള ദിവസം അല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സോഷ്യൽ മീഡിയ വർക്കർമാർ, എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷണ വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമല്ല. ചെറുകിട ധനകാര്യ മേഖല അനുകൂലമല്ല. PR മേഖല അനുകൂലമല്ല. വളരെയധികം ശ്രദ്ധിക്കണം. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അധ്യാപകർ, ന്യായാധിപർ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖലയും അനുകൂലമാണ്. അതേപോലെ സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റുകൾ സൃഷ്ടിക്കൽ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ്. ടൂറിസം മേഖല, വൻകിട വ്യവസായ സ്ഥാപനം അവർക്കൊക്കെ അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കാവുന്നതേ ഉള്ളൂ. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഫാഷൻ മേഖലയൊന്നും അനുകൂലമല്ല. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ അനുകൂലമല്ല. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര മേന്മയൊന്നുമില്ല. ബ്യൂട്ടി പാർലറുകാരല്ല. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മേഖല അനുകൂലമല്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയൊന്നുമില്ല. ആഭരണ മേഖല അനുകൂലമല്ല. വാഹനങ്ങൾ അനുകൂലമല്ല. ഹോം നഴ്സിംഗ് മേഖലയും കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. അതേപോലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും തന്നെ
അത്ര അനുകൂലമായ ദിവസം അല്ല കന്യാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി തുല 3/3/2025 തുലാക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം. തുലാക്കൂറുകാർക്ക് ദൈവാധീനം ഒട്ടുമില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിൽ മേഖലകളിലും തുലാക്കൂറുകാർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും. എന്നാൽ പോലും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുണ്ട്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, കവികൾ മേന്മയുള്ള ദിവസമാണ്. ഗവേഷകർക്കൊക്കെ അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾ, PR മേഖല, ധനകാര്യ മേഖല, ചെറുകിട ധനകാര്യ മേഖല അനുകൂലമാണ്. ഇത്രയും ഒഴികെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളും ഒഴികെ മറ്റു പല മേഖലകളിലും അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയാണ് തുലാക്കൂറുകാർക്കുള്ളത്. പ്രത്യേകിച്ച് IT മേഖലാ രംഗത്ത് തുലാക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ആരോഗ്യ മേഖലാ രംഗത്ത്, അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, മൃഗസംരക്ഷണ മേഖല, സാഹസിക മേഖല, ഡ്രൈവർമാർ, അതേപോലെ ലോട്ടറി കച്ചവടം, ഇലക്ട്രോണിക്സ് മേഖല ഇവർക്കൊന്നും അത്ര അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. അധ്യാപകർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ മേഖല, വാഹന സംബന്ധമായ കാര്യങ്ങൾ, പൊതുവെ ആഭരണ മേഖല ഇതൊന്നും അനുകൂലമല്ല. വിവാഹ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ബ്യൂട്ടി പാർലർ, ഹോം നഴ്സിംഗ് മേഖലയൊന്നും അനുകൂലമല്ല. തുലാം രാശിക്കാർക്ക് പൊതുവേ ഒട്ടും അനുകൂലമല്ലാത്ത മേഖലകളാണ്. കൺസ്ട്രക്ഷൻ മേഖലയൊന്നും അനുകൂലമല്ല. അങ്ങനെ അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് മേഖലകൾ ഒഴികെ ബാക്കിയൊന്നും തന്നെ അനുകൂലമല്ല. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവരുടെ കർമ്മ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നന്നായി ഈശ്വരാരാധനയൊക്കെ നടത്തിയിട്ട് ഇറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കർമ്മ മേഖല ചെയ്യേണ്ട എന്നല്ല. കർമ്മ മേഖല ഈശ്വരാർപ്പിതമായി ചെയ്യുക എന്നുള്ളതാണ്. വൃശ്ചികം രാശി 3/3/2020 തിങ്കളാഴ്ച വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് എങ്കിലും ദൈവാധീനം ഉണ്ടല്ലോ, അതൊരു ഗുണമാണ് എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും വലിയ ഗുണമൊന്നുമില്ല. ആരോഗ്യ മേഖലയൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ കച്ചവട മേഖല ഒട്ടും അനുകൂലമല്ല. ആരോഗ്യ മേഖല, കച്ചവട മേഖല അനുകൂലമല്ല. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല. ശില്പികൾക്ക് അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ അനുകൂലമല്ല. അതേപോലെ ആഭരണ മേഖല, കച്ചവടമൊന്നും അനുകൂലമല്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ടെക്സ്റ്റൈൽസ് മേഖലയിലെ വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. മനോരോഗ ചികിത്സ രംഗത്ത് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ നേതൃത്വം നൽകുന്നതായ തൊഴിൽ മേഖലകളിലൊക്കെ അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടമൊക്കെ അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല, ബേക്കറി അതൊക്കെ അനുകൂലമാണ്. എന്നാൽ സാഹസിക കർമ്മങ്ങൾ അനുകൂലമല്ല. കച്ചവടം അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖല ഒട്ടും അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയർ മേഖല അനുകൂലമല്ല. ഇലക്ട്രോണിക് മേഖലകൾ അനുകൂലമല്ല. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുകൂലമല്ല. ആട് ഫാം, IT മേഖല, മാനേജിംഗ് മേഖല വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. ഡ്രൈവർമാർക്ക് അനുകൂലമല്ല. ലോട്ടറി കച്ചവടക്കാർക്ക് അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, പോലീസ്, കോടതി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. അതുപോലെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെയധികം ശ്രദ്ധിക്കണം വൃശ്ചികക്കൂറുകാർ. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖലയൊന്നും തന്നെ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. എന്നാൽ ദേവകർമ്മങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖലകൾ അനുകൂലമാണ്. അഭിഭാഷകർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റ് ഇതൊക്കെ അനുകൂലമാണ്. ടൂറിസം മേഖല അനുകൂലമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിച്ച അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖല അനുകൂലമാണ്. മാരേജ് ബ്യൂറോ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈനുകൾക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. സിനിമാ മേഖല അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖല പൊതുവെ
ആരോഗ്യ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, അതുപോലെ ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. മത്സ്യ മാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഈ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമല്ല. അതേപോലെ എന്നാൽ ഈ ഫുഡ് ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ അവർക്ക് വലിയ കുഴപ്പമില്ല. അതേപോലെ ഹോട്ടൽ ബിസിനസ്സുകാർക്ക് അനുകൂലമാണ്, പക്ഷെ തൊഴിലാളികൾക്കാണ് അനുകൂലമല്ലായ്മ. ഇനി ധനു, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം, ധനുക്കൂറ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പഴം കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്ക് അനുകൂലമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക്, ജ്വല്ലറിക്കാർക്കൊക്കെ അനുകൂലമാണ്. മര വ്യവസായക്കാർക്ക് അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമാണ്. കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗം അനുകൂലമല്ല. എന്നാൽ പൊതുവെ ആരോഗ്യ മേഖല അനുകൂലമാണ് താനും കേട്ടോ. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് അവർ ധനുക്കൂറുകാരാണെങ്കിൽ അവർക്ക് അനുകൂലമല്ല. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടമൊന്നും അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. ഈ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്തിട്ട് അത് വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല. ബേക്കറി കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അത്ര മേന്മയില്ല. അതേപോലെ സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആട് ഫാം, IT മേഖല, മാനേജിംഗ് മേഖല, ഇലക്ട്രോണിക്സ് മേഖല ഒന്നും ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. ഡ്രൈവർമാർ ശ്രദ്ധിക്കണം. ലോട്ടറി കച്ചവടക്കാർക്ക് അനുകൂലമല്ല. സ്പോർട്സ്, ബിസിനസ്, പോലീസ് ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. IT മേഖല ഒട്ടും അനുകൂലമല്ല. സ്റ്റീല് അങ്ങനെ ഇരുമ്പ് വ്യാപാരക്കാർക്കൊന്നും ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖലയൊക്കെ പൊതുവെ ചെറുകിട ധനകാര്യ മേഖലയൊക്കെ ധനുക്കൂറുകാർക്ക് മേന്മയുണ്ട്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മേന്മയില്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ അവർക്ക് മേന്മയില്ല. എഡിറ്റിംഗ് മേഖല അത്ര അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. ആസൂത്രണങ്ങൾ, പ്രൊജക്റ്റുകൾ സൃഷ്ടിക്കുക ഇവർക്കൊന്നും അനുകൂലമല്ല. ടൂറിസം മേഖല, വൻകിട ബിസിനസ് ഇവർക്ക് അനുകൂലമല്ല. അതേപോലെ വലിയ വൻകിട മാധ്യമ പ്രവർത്തകർക്ക് അനുകൂലമല്ല. കോപ്പറേറ്റീവ് മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കുക. നയതന്ത്ര മേഖല അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റുകളിലാണ് ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾക്കൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമാണ്. മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ ഇവർക്ക് അനുകൂലമാണ്. സിനിമാ മേഖല അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. അതേപോലെ തന്നെ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നിർമ്മിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകും. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലം. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലം. ഹോട്ടൽ മാനേജ്മെൻറ്റുകാർക്കൊക്കെ അനുകൂലം. ഹോട്ടൽ നടത്തുന്ന മാനേജ്മെൻറ്റ് വിഭാഗത്തിനൊക്കെ അനുകൂലം. ഇനി മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് പൊതുവേ ദോഷമാണ്. എങ്കിലും ദൈവാധീനമുണ്ടല്ലോ, അതിൻ്റെ ഒരു മേന്മയൊക്കെ ഉണ്ടാകും. എങ്കിലും അവർക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല. ആരോഗ്യ മേഖലയിലെ എല്ലാ വിഭാഗക്കാരും ശ്രദ്ധിക്കണം. അതേപോലെ ഈ മെഡിക്കൽ സ്റ്റോറൊക്കെ ആരോഗ്യ മേഖലയിൽ പെടും, അതൊക്കെ ശ്രദ്ധിക്കണം. ഈ പഴക്കച്ചവടം ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല. ശില്പികൾക്ക് അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര മേന്മയില്ല. ആയോധന കലാരംഗം, എക്സിക്യൂട്ടീവ്, മര വ്യവസായം ഒന്നും അനുകൂലമല്ലാത്തതാണ്. അതേപോലെ കാർഷിക മേഖല അനുകൂലമല്ല.
ടെക്സ്റ്റൈൽസ് മേഖലയിൽ അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് ആരോഗ്യമേഖല പൊതുവെ അനുകൂലമല്ല. പെയിൻറ്റിങ്, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഭാഗം, ശീതളപാനീയം, വഴിയോര കച്ചവടം, പരിസ്ഥിതി പ്രവർത്തകർക്കൊന്നും അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖലയിൽ അനുകൂലമല്ല. ബേക്കറി അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല. എന്നാൽ കച്ചവടം പൊതുവെ അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖല അനുകൂലമാണ്. ഇലക്ട്രോണിക് മേഖല, ഡ്രൈവർമാർ, ലോട്ടറി ഇവർക്കൊക്കെ അനുകൂലമാണ്. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി എന്നിവ അനുകൂലമാണ്. ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള പൊതുവെയുള്ള കച്ചവടം അനുകൂലമാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖല മകരക്കൂറുകാർക്ക് അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊന്നും അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകരായ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷണ വിദ്യാർത്ഥികൾ അനുകൂലമല്ല. ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല അവർക്കൊന്നും അനുകൂലമല്ല. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് മകരക്കൂറുകാർക്ക്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, വൻകിട ബിസിനസ് രംഗം, ദേശീയ വിദേശീയ വാർത്തകൾ ശേഖരിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, വിവാഹ സംബന്ധമായ മേഖലകളൊക്കെ അനുകൂലം. ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, സിനിമാ മേഖല അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലം. അതേപോലെ ആഭരണ മേഖല പൊതുവെ അനുകൂലം. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോം നേഴ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലം ആണ്. എന്നാൽ നിർമ്മാണ മേഖല മകരക്കൂറുകാർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. മത്സ്യ മാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഹോട്ടൽ മേഖല അത്ര അനുകൂലമല്ല. ഇനി നമുക്ക് കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. ദോഷകരമായ ദിവസമാണ്. കഠിന ദോഷമൊക്കെ ഉള്ള ദിവസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ ഇവർക്ക് അനുകൂലമാണ്. പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, വിവാഹ സംബന്ധമായ മേഖലകൾ, മാരേജ് ബ്യൂറോ ഒക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, സിനിമാ മേഖല, കലാരംഗത്ത് ആഭരണ മേഖല, ഉപഭോക്തൃ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ ഇലക്ട്രോണിക്സ് മേഖല, ഡ്രൈവർമാർ, ലോട്ടറി കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ അനുകൂലം പറഞ്ഞ ഈ മേഖലകൾ ഒഴിച്ച് ബാക്കിയുള്ള മേഖലകൾ അനുകൂലമല്ല. ആരോഗ്യ മേഖല അനുകൂലമല്ല. കച്ചവടക്കാർക്ക് അത്ര മേന്മയുള്ളതല്ല. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് ഒന്നും അത്ര മേന്മയുള്ളതല്ല. അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ടെക്സ്റ്റൈൽസ് മേഖല, മൃഗസംരക്ഷണ മേഖല, ബേക്കറി പോലുള്ള ഇതൊന്നും അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. അതേപോലെ പോലീസ്, നിയമപാലനം ഒന്നും അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി മീനക്കൂറ് 3/3/2020 തിങ്കളാഴ്ച മീനക്കൂറുകാർക്ക് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദിവസമാണ്.
എങ്കിൽ പോലും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾക്ക് അനുകൂലമായിരിക്കും. വിവാഹ സംബന്ധമായ മേഖല, അതേപോലെ ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും. ഹോസ്പിറ്റല്, സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ഡ്രൈവർമാർ, ലോട്ടറി കച്ചവടക്കാർ ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമായിരിക്കില്ല. ഇലക്ട്രോണിക്സ് മേഖലയൊന്നും അനുകൂലമല്ല. അപ്പോൾ പൊതുവെ ഞാൻ ഈ അനുകൂലമാണെന്ന് പറഞ്ഞ ആ ഒരു കുറച്ച് മേഖലകൾ ഒഴിച്ച് ബാക്കിയൊക്കെ മീനക്കൂറുകാർക്ക് അനുകൂലമല്ല. മീനക്കൂറുകാരുടെ കർമ്മ മേഖല പൊതുവെ അനുകൂലമല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് ഇനിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് മീനക്കൂറുകാർ നന്നായി ദൈവാധീനം ഉണ്ടാക്കി ഈശ്വരാരാധന വരുത്തിയതിനു ശേഷം മാത്രം അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് നാളെ മുതൽ ഏറ്റവും നല്ല ദിവസമായിരിക്കുന്നു എന്നും പറയാൻ എന്നെ കിട്ടില്ല. എനിക്ക് കാണുന്നതേ പറയാൻ കഴിയൂ. ആരെയും സുഖിപ്പിക്കുക എന്നുള്ളതല്ല. ദോഷങ്ങൾ കാണുന്നത് പറയുകയും അത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആ ദോഷങ്ങൾ വരാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടുള്ളവർ എന്നെ പിന്തുടരുക. അല്ലാണ്ട് എപ്പോഴും സുഖകരമായിരിക്കും, എപ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായി വരും എന്ന് പറയുകയും ഇതൊക്കെ നന്നാകുമല്ലോ എന്ന് വിചാരിച്ച് അപകടത്തിൽ ചെന്ന് പെടുകയും ചെയ്യുന്ന അവസ്ഥ വേണ്ട. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ചില ഭാഗങ്ങളെന്ന് അറിയുമ്പോൾ അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുമല്ലോ. ഈശ്വരാരാധന നടത്തിയായിരിക്കുമല്ലോ ആ മേഖലയിലുള്ളവർക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്കത് മേന്മയായി വരും. അതാണ് ഞാനിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.